നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ. ട്രംപ് ഒരു 20 ദിന പദ്ധതികൾ ഗാസയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. നേരത്തെ ഇതിനു മുന്നേ നിരവധി പദ്ധതികളും നിരവധി ചർച്ചകളും ഒക്കെ നടന്നെങ്കിലും അത് മൊത്തം വിഫലമാവുകയായിരുന്നു. അവസാനം നെതന്യാഹു അത് അംഗീകരിക്കുന്നു. നെതന്യാഹു അംഗീകരിച്ചപ്പോൾ തന്നെ ഒരു 50% നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, ഇനി ഹമാസും കൂടെ അംഗീകരിച്ചാൽ പൂർണ്ണമായി യുദ്ധം അവസാനിക്കുമല്ലോ എന്നുള്ളത്. ഇന്ന് പക്ഷേ ഹമാസിൻ്റെ ചില പ്രസ്താവനകൾ വരുന്നു. ബന്ദികളെ വിട്ടുകൊടുക്കാം, പക്ഷേ നിരായുധീകരണം എന്നുള്ളൊരു സംഗതി വരുമ്പോഴേക്കും ഹമാസ് അവിടെ നിശബ്ദമാവുകയാണ് ചെയ്യുന്നത്. ഇനി ട്രംപുമായിട്ടുള്ള ചില ചർച്ചകളും കൂടെ നടത്തിയാലേ ബന്ദികളെ വിട്ടയക്കൂ, ഹമാസ് ഒരുപക്ഷെ ആയുധം താഴെ വയ്ക്കൂ എന്നുള്ള നിലയിലേക്ക് വരുന്നു. ഹമാസ് ആയുധം താഴെ വയ്ക്കുമോ എന്നുള്ളൊരു ചർച്ച, അല്ലെങ്കിൽ അത് എത്രമാത്രം അത് സാഫല്യത്തിലെത്തും എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഖത്തറിലുള്ള മൂസ അബു മർസൂഖ്, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ കാര്യ വക്താവ്, പൊളിറ്റിക്കൽ കാര്യ ബ്യൂറോ മർസൂഖ് ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയിരിക്കുന്നു. അതിൽ പ്രധാനം, ട്രംപ് പറയുന്ന ഗാസ സമാധാന പദ്ധതി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം. പക്ഷേ 72 മണിക്കൂറിനകം പൂർണ്ണമായും ബന്ദികളെയും അവർക്കൊപ്പം കൊല്ലപ്പെട്ട ഇസ്രയേലികളുടെയും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അയാൾ പറയുന്നത് പല കൊല്ലപ്പെട്ട തടവുകാരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ, ബന്ദികളാക്കപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ വേണം, അത് എവിടെയാണെന്നറിയില്ല. ഇത്തരമൊരു വാദം മാത്രമാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറുവശത്ത് ട്രംപ് ഹമാസിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടി എന്ന് ലോകത്തിന് മുന്നിൽ പറയുന്നു. ഹമാസ് തൻ്റെ സമാധാന പദ്ധതിയെ അനുകൂലിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഒരു ദിവസം മുൻപ് നമ്മൾ കോപാകുലനായി ട്രൂത്ത് എന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയ ഒരു കുറിപ്പ് വായിച്ചു. അതിൽ അദ്ദേഹം പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൊടുംക്രൂരത, നിങ്ങളിൽ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഇസ്രയേൽ വന്ന കഥ, ഇപ്പോൾ അവശേഷിക്കുന്ന ഹമാസ് പോരാളികൾ എവിടെയൊക്കെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഈ പദ്ധതി നിങ്ങൾക്ക് അംഗീകരിക്കാൻ തള്ളിക്കളയാം, പക്ഷേ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ആയുസ്. നിങ്ങളെ തേടി ഞങ്ങളെത്തും. ഇതുവരെ അമേരിക്ക ഇസ്രായേലിനെ മുൻനിർത്തിയ കളിച്ച, പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഞങ്ങളെന്ന പ്രയോഗം നടത്തിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഒന്നാണ് എന്ന അവസാന നിമിഷം ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു ട്രംപിൻ്റെ മുന്നറിയിപ്പ് അത്ര നിസ്സാരമല്ല. കാരണം മറുവശത്ത് ഖത്തറിലെ ദോഹയിലുള്ള ഹമാസ് നേതാക്കളുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തി ഇസ്രായേൽ. അതോടെ ഹമാസിൻ്റെ നേതൃത്വം ഭയപ്പെട്ടു പോയി. ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും നിങ്ങളെ ചുട്ടുകരിക്കുമെന്നാണ് നെതന്യാഹു ഭയപ്പെടുത്തിയത്. പിന്നീട് നമുക്കൊരു കൃത്യമായ പ്ലോട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാണാൻ കഴിയും. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ 60ഓളം ഇസ്ലാമിക് അറബ് രാജ്യങ്ങൾ ഒത്തുചേരുന്നു. പക്ഷേ അവരാരും പലസ്തീൻ രാഷ്ട്രവാദം അവിടെ ഉയർത്തുന്നില്ല, ഹമാസിന് പിന്തുണ നൽകുന്നില്ല, പലസ്തീൻ പോരാളികൾക്ക് യാതൊരു വിധത്തിലും അവർ പിന്തുണ നൽകുന്നില്ല, ഇസ്രായേലിനെ പോലും തള്ളിപ്പറയുന്നില്ല. ഇത് ലോകം കാണുന്നു, അമേരിക്ക കാണുന്നു, ഹമാസ് കാണുന്നു. പിന്നീട് അടുത്ത പ്ലോട്ട് നമ്മൾ കാണുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലിക്ക് വേണ്ടി യാത്ര പുറപ്പെടുന്ന നെതന്യാഹു അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് 12ഓളം രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം നടത്തി രംഗത്തെത്തുന്നത്. അപ്പോൾ നമ്മൾ കരുതി ഇസ്രായേൽ പരിപൂർണമായി ഒറ്റപ്പെട്ടു, ഇസ്രായേൽ ഇതോടുകൂടി ലോകത്തിന് മുന്നിൽ അപഹാസ്യരായി, പലസ്തീൻ രാഷ്ട്രവാദം ഉയർത്തി ഹമാസിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കരുതി. ഇസ്രായേലിൻ്റെ സഖ്യരാജ്യങ്ങളായ ഫ്രാൻസ്, ബ്രിട്ടൻ, നമ്മൾ കണ്ടു കാനഡ, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളൊക്കെ പരസ്യമായി വന്ന് പലസ്തീൻ രാഷ്ട്രവാദം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഭയപ്പെടാതെ അവരോട് ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് ഹമാസിനുള്ള പ്രതിഫലമായി വരുമെന്ന്. നെതന്യാഹു ഒട്ടും ഭയമില്ലാതെ UN ജനറൽ അസംബ്ലിയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കെതിരെയുള്ള യുദ്ധമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കൊപ്പമുണ്ട്, ലോകത്തിൻ്റെ ശത്രുക്കൾക്കെതിരെയാണ് ഞങ്ങൾ പൊരുതുന്നത്. അവിടെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ കൂടുതൽ മുഴക്കത്തിൽ കേട്ടത് നമ്മൾ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് വാഷിങ്ടൺ DC പോകുന്ന നെതന്യാഹുവിനെ നമ്മൾ കാണുന്നു. പിന്നീട് വൈറ്റ് ഹൗസിൽ
ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടുതൽ ആത്മവിശ്വാസം നെതന്യാഹുവിൻ്റെ മുഖത്ത്. അതിന് തൊട്ട് മുൻപ് ട്രംപ് തൻ്റെ വിശാലമായ ഗാസ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതൊരു 20 ദിന സമാധാന പദ്ധതിയാണ്. ഈ പദ്ധതി പൂർണ്ണമായും ഒരു ഇസ്രായേൽ വിജയമാണ്. നെതന്യാഹു ഇതുവരെ എന്തു പറഞ്ഞോ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതി. 160 രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് കളത്തിലിറങ്ങിയാലും അമേരിക്കയുടെ ഒരൊറ്റ വീറ്റോ മതി ഇസ്രായേലിനെ രക്ഷിക്കാൻ. അതിൽ ഒരു വ്യതിയാനം പോലും ട്രംപ് വരുത്തിയില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളെ ശകാരിച്ചു. ഒടുവിൽ 20 ദിന പദ്ധതി ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അറബ് രാജ്യങ്ങളാണ് ആദ്യം കൈയടിക്കുന്നത്. ആദ്യം മുന്നോട്ട് വരുന്ന ഈജിപ്റ്റ്, ജോർദാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ പരിപൂർണ പിന്തുണ ഈ പദ്ധതിക്ക് നൽകുന്നു. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ പിന്തുണച്ചു. അതേ പാകിസ്ഥാൻ ഇന്ന് മലക്കം പറഞ്ഞു. എന്നാൽ പദ്ധതിയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ നിലപാട് തിരുത്തി. അപ്പോൾ ലോകത്തിലെ അറബ് രാജ്യങ്ങളാണ് ആദ്യം അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കളത്തിലിറങ്ങിയത്, ട്രംപിന് പൂർണ്ണ പിന്തുണയുമായി കളത്തിലിറങ്ങിയത്. ഇത് പൂർണ്ണമായൊരു ട്രംപ് വിജയമാണ്. അതിലപ്പുറം ഒരു ഇസ്രായേൽ വിജയമാണ്. ഇത് കണക്ക് കൂട്ടിയുള്ള ഒരു പ്ലോട്ടിംഗ്, ഒടുവിൽ ആ പ്ലോട്ട് ജയിക്കുന്ന കഥ. ഏറ്റവും ഒടുവിൽ ഒരു മണിക്കൂർ മുമ്പുള്ള ഇസ്രായേൽ അപ്ഡേഷൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെടിനിർത്താൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു. IDF ചീഫിനോട് അടിയന്തരമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടു നെതന്യാഹു. തൊട്ടു പിന്നാലെ IDF ഗസ നഗരത്തിൽ പൂർണ്ണ വെടിനിർത്തലിലേക്ക് കടന്നു. ഇനി നിങ്ങൾ സെൽഫ് ഡിഫെൻസിലേക്ക് മാത്രം തിരിയുക, സ്വയരക്ഷയിലേക്ക് മാത്രം തിരിയുക എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ഉത്തരവ് നെതന്യാഹു നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടാണ്. ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, അടിയന്തരമായി ഇസ്രായേൽ ബോംബിടിയിൽ നിർത്തണം. അതിന് കാരണമായി പറഞ്ഞത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഹമാസിന് നമ്മൾ നൽകിയിരിക്കുന്ന ആ മുന്നറിയിപ്പ് സമയം അവസാനിപ്പിക്കാൻ. അവർക്ക് അതിനു മുൻപ് ബന്ദികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഇവിടെ ഹമാസ് ഖത്തർ മുൻപാകെ വെച്ചിരിക്കുന്ന ചില ഉപാധികളുണ്ട്, പക്ഷെ അതൊന്നും അംഗീകരിക്കപ്പെടില്ല. ഹമാസ് പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തുക മാത്രമല്ല, താൽക്കാലികമായി ഗസ മുനമ്പിൽ നിന്നൊന്നും പിൻവാങ്ങണം. കാരണം ബന്ദികളെ അവർക്ക് ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിന് അമേരിക്ക സമ്മതിക്കത്തില്ല. ഇനി ഒരു ഹമാസ് തന്ത്രവും അമേരിക്കയുടെ അടുക്കലോ ഇസ്രായേലിൻ്റെ അടുക്കലോ ചെലവാകില്ല. അവിടെയാണ് ഒരു പരിപൂർണ വിജയത്തിൽ എത്തി നിൽക്കുന്ന. മറുവശത്ത് ഇന്ന് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പരിപൂർണമായി സമാധാന കരാറിനെ പിന്തുണയ്ക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ട ഒരു സമാധാന കരാർ ചർച്ചയല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നീക്കം. ഒന്നുകിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുക. ഈ ഒരു മുന്നറിയിപ്പാണ് ഹമാസിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ. ഇവിടെ ഹമാസ് ഏറ്റവും വലിയ ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. കാരണം ഈ കരാറിനെ ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇതൊരു അപൂർവ സന്ദർഭമാണ്. ഇത് തന്നെയാണ് ട്രംപ് പറയുന്നത്, അത്ഭുതപൂർവമായൊരു സന്ദർഭമെന്ന്. ഇവിടെ വെച്ച് ഈ കരാറിലേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ലോകരാജ്യങ്ങളുടെ പിന്തുണ അവർക്കില്ല. പലസ്തീനിൽ മരിച്ചു വീഴുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പേരിൽ ഇനി ലോകരാജ്യങ്ങൾ കണ്ണീർ പൊഴിക്കില്ല. ഇവിടെ ഇതുവരെ നിസ്സംഗതയോടെ നോക്കി നിന്ന പല രാജ്യങ്ങളും ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നു തുടങ്ങി. ഈ കഴിഞ്ഞ ട്രംപിൻ്റെ സമാധാന പദ്ധതിയുടെ തൊട്ടു പിന്നാലെ പലസ്തീൻ വാദവുമായി പൊതുനിരത്തുകളിൽ ഇറങ്ങിയിരുന്ന നിരവധി രാജ്യങ്ങളിലെ പലസ്തീൻവാദികളെ പിന്നീട് കാണുവാനില്ലായിരുന്നു. അവരൊക്കെ അസ്തമിച്ചു, അവരൊക്കെ നിസ്സംഗരായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഏറ്റവും നിർണായകമായൊരു ഘട്ടം, ഇവിടെ ഹമാസ് കീഴടങ്ങലിൻ്റെ മണിക്കൂറുകളിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇനി ആ ബന്ദികൾ വിട്ടയക്കപ്പെടാം. തങ്ങൾക്ക് അധികാരമൊഴിയാൻ മടിയില്ല എന്നവർ ഹമാസ് പറഞ്ഞു. പുതിയ സംവിധാനത്തിന് അധികാരം കൈമാറുമ്പോൾ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ കൂടി കൈമാറുമെന്നവർ പറഞ്ഞു. പൂർണ്ണ നിരായുധീകരണം, രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഗസ മുനമ്പിലെ അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം, ഇതിനുവേണ്ടി മാത്രമാണ് അവസാന മണിക്കൂറുകളിൽ ഹമാസ് ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാധിക്കുന്നത്. പക്ഷെ അതൊന്നും അത്ര ഫലപ്രദമായി അംഗീകരിക്കപ്പെടില്ല ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഘട്ടത്തിൽ നമുക്കറിയാം നെതന്യാഹു ഉൾപ്പെടെ ഇസ്രായേൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടത്തുന്ന ഈ ഒരു ഘോര പോരാട്ടത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പോലും പക്ഷേ വീണ്ടും അത് ഈ പറഞ്ഞോണം യുദ്ധം നിർത്തുമായിരിക്കാം, അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഹമാസിനെ അങ്ങനെ വെറുതെ വിടുമോ? അല്ല, ഇതുവരെ കണ്ട സമാധാന പദ്ധതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ട്രംപ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന പദ്ധതി. ഇതുവരെ ലോകത്തിൽ നമ്മൾ കേട്ടത് ഒരൊറ്റ
ഒരൊറ്റ ആവശ്യമായിരുന്നു വെടിനിർത്തൽ, ഉടൻ വെടിനിർത്തൽ. ആ വെടിനിർത്തൽ പരിപൂർണമായി ഹമാസിനെ പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യത മാത്രം ഒരുക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിനറിയാം. ഇസ്രായേലും അതാണ് ഭയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പൂർണ്ണ ബന്ധിമോചനം ആവശ്യപ്പെട്ടത്. എല്ലാ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കുക. അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകൂ. ഇസ്രായേൽ 2 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, പൂർണ്ണമായി ബന്ദികളെ വിട്ടയക്കുക. 2, ഹമാസ് അധികാരം പുതിയ സമിതിക്ക് കൈമാറുക. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇസ്രായേൽ നിരവധി വെടിനിർത്തൽ ചർച്ചകളെ തള്ളിപ്പറഞ്ഞത്. ആ ഇസ്രായേലിൻ്റെ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. മുൻപ് പലപ്പോഴും ഒരു വെടിനിർത്തൽ, ഭാഗികമായി ബന്ദികളെ വിട്ടയക്കൽ, ഇത്തരം പല നിർദ്ദേശങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചു, ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചു, ഖത്തർ മുന്നോട്ട് വെച്ചു. പക്ഷെ അതിനോടൊക്കെ നെതന്യാഹു മുഖം തിരിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലോകം ഇത്രയധികം നെതന്യാഹുവിനെ കുറ്റം പറയുമ്പോഴും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗസ നഗരം പിടിച്ചെടുക്കാൻ നെതന്യാഹു തീരുമാനിച്ച ഒരു നിലപാട്, ആ നിലപാട് പ്രഖ്യാപനം, അതിനെതിരെ വളരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. പക്ഷേ അതാണ് ആത്യന്തികമായി ട്രംപിനെ ഇത്തരമൊരു കരാർ വിജയിപ്പിച്ചെടുക്കുന്നതിൽ സഹായിച്ചത്. കനത്ത സമ്മർദ്ദം ആ ഗസ മുനമ്പിലെ പലസ്തീൻ നിവാസികൾക്ക് കൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഒപ്പം ഹമാസിനെ തുരങ്കങ്ങളിലേക്ക് വീണ്ടും അടിച്ചോടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ തോക്കിൻ കുഴലിൽ അവരുടെ ജീവൻ അപഹരിക്കപ്പെടുമെന്ന് അവർക്ക് തന്നെ ഭയം തോന്നിയ നിമിഷം വളരെ സുരക്ഷിതമായി ഖത്തറിലെ സുഖശീതളമയിൽ കഴിഞ്ഞിരുന്ന ഹമാസിൻ്റെ മേധാവികളെ പോലും വിറപ്പിക്കുന്ന ഇസ്രായേൽ ആക്രമണം. ഈ ആക്രമണ പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രംപ് വിഭാവനം ചെയ്തതായിരിക്കും. കനത്ത സമ്മർദ്ദം കൊടുത്തുകൊടുക്കുക, ഇപ്പുറത്ത് ഞങ്ങൾ സമാധാന പദ്ധതിയുമായി രംഗത്തെത്തും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ട്രംപിൻ്റെ തന്ത്രം വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ട്രംപിനൊരു നൊബേൽ സമ്മാനം, ഈ ബന്ദിമോചനവും ശാശ്വതമായ ഒരു വെടിനിർത്തലിലേക്കും കാര്യങ്ങൾ എത്തിയാൽ ട്രംപിന് തീർച്ചയായിട്ടും ഒരു നൊബേൽ സമ്മാനം. വെടിനിർത്തൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തയ്ബ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഭീകരവാദികളാണ് എന്ന് പറയുമ്പോൾ തന്നെ, തീവ്രവാദി ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ തന്നെ അവർ മുള പൊട്ടുന്നത് പോലെ അടുത്ത് തുറന്ന് നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഹമാസ് ഒരു പക്ഷേ തീർന്നു എന്ന് നമ്മൾ പറയുന്നിടത്ത് മറ്റൊരെണ്ണം അവിടെ രൂപപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അതൊരു അറബ് രാജ്യങ്ങളുടെ ഒരു, ഇപ്പോൾ നമുക്കറിയാം ഖത്തറായാലും സൗദി ആയാലും അവരുടെ കാര്യം നോക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞോണോ യുദ്ധത്തിലേക്കൊക്കെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ചില രാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നിമിഷവും പോരാടുന്ന ഒരു യുദ്ധമുഖത്ത് തന്നെയല്ലേ. ഇതിന് നമ്മൾ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിൽ ഭീകരത കൂടുതൽ കത്തിയാളുന്നത്? അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ പൊതുവെ സൗദി അറേബ്യ എടുത്താൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ അവിടെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു പരമാധികാരിയുണ്ട്. മറ്റ് രാജ്യങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ, ഇറാനപ്പുറം UAE, സൗദി അറേബ്യ, ഖത്തർ, ഇങ്ങനെ ഓരോ ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴും ഇതൊക്കെ രാജവംശത്തിന് കീഴിലാണ്. ഒരു ഏകാധിപത്യമാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഈ രാജ്യങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ സദാം ഹുസൈൻ ജനാധിപത്യ മാർഗങ്ങളിലൂടെയാണ് അധികാരത്തിലെത്തിയതെങ്കിലും പിന്നീട് ഒരു ഏകാധിപതിയായി മാറി. ഇറാഖിൻ്റെ ചരിത്രമെടുത്താൽ, അഫ്ഗാൻ്റെ ചരിത്രമെടുത്താൽ, ഓരോന്നിലും ഇത്തരം ഏകാധിപതികളുടെ ഉദയം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ അടിച്ചമർത്തലിന് കീഴിൽ ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. അമേരിക്ക ചില സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടു. ഇപ്പോൾ ഇറാഖിനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക ശക്തമായി ഇടപെട്ടു. പിന്നീട് അഫ്ഗാൻ, ഈ മേഖലയിലൊക്കെ അമേരിക്കൻ ഇടപെടലുകൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിനായുള്ള ഇടപെടലുകളെ തുടർന്ന് ആ രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്കുള്ള പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചില്ല. അവിടെയൊക്കെ വലിയ തോതിൽ ഭീകരത പൊട്ടിപ്പുറപ്പെട്ടു, ഭീകര സംഘടനകൾ ഉയർന്നു വന്നു. ഇറാഖിൽ നമുക്കറിയാം ഐസിസിൻ്റെ അതിരൂക്ഷമായ ആഭ്യന്തര യുദ്ധങ്ങൾ, അവിടെ അവർ കൊന്നൊടുക്കിയ നിരപരാധികളുടെ ചോര ഇപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. അഫ്ഗാൻ മണ്ണിൽ അത് സംഭവിച്ചു. പലപ്പോഴും ജോർദാൻ, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ രാജ്യഭരണത്തിനൊപ്പം അല്ലെങ്കിൽ ഏകാധിപത്യ ശൈലിക്കൊപ്പം മറുവശത്ത് ഇത്തരം ഭീകര സംഘടനകൾ പല സ്ഥലങ്ങളിൽ അവരുടെ പിടിമുറുക്കി ഈ ഭരണകൂടവുമായി പലപ്പോഴും വിലപേശൽ നടത്തി അവരും അവർക്കൊപ്പം നിലകൊള്ളുന്നൊരു കാഴ്ചയാണ്. കാലങ്ങളായി ഇത് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിയാത്തൊരു പ്രതിഭാസമാണ് ഇത്തരം ഭീകരവാദികളും ഭീകര സംഘടനകളും. പലസ്തീന് സംഭവിച്ചത് ഇത് തന്നെയാണ്. പലസ്തീൻ എന്നൊരു രാഷ്ട്രത്തിന് വേണ്ടി ലോകം മുഴുവൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ ജനാധിപത്യം വിജയിക്കില്ല എന്ന് അവർ തിരിച്ചറിയുന്നതിൽ വളരെ പരാജയപ്പെട്ടു. PLO ഒരിക്കൽ കൂടുതൽ ശക്തമായി
ജനാധിപത്യവാദമാണ് ഉയർത്തിയതെങ്കിലും വലിയൊരു ഭീകരതയിലൂന്നിയ പ്രവർത്തനങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. അതാണ് ഇസ്രായേൽ അവരെ സൈനികമായി ആക്രമിക്കാൻ കാരണമായത്. പക്ഷെ PLO ദുർബലമായപ്പോൾ അവിടെ ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾ തലപൊക്കി. ഇത് വെസ്റ്റ് ബാങ്കിലുമുണ്ട്. അവിടെ ഇപ്പോൾ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് വെസ്റ്റ് ബാങ്ക് പ്രവർത്തിക്കുന്നതെങ്കിലും ഭീകരത അല്ലെങ്കിൽ ഭീകര സംഘടനകൾ അവിടെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ലെബനനിൽ ഇത്തരം ഭീകര സംഘടനകളുടെ നിയന്ത്രണം വളരെ ശക്തമായിരുന്നു. യമനിൽ ഹൂതികൾ സന കേന്ദ്രീകരിച്ച് വലിയൊരു മേഖല തന്നെ പിടിച്ചെടുത്ത് അവരുടെ ഭരണത്തിന് കീഴിലാക്കി. അപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് അറബ് ഏകാധിപതികളുടെ കയ്യിൽ ആ രാജ്യങ്ങൾ തുടരുന്നതാണ് ലോകക്രമത്തിന് നല്ലതെന്ന് അവർ കരുതുന്നു. കാരണം അതിലപ്പുറത്തേക്ക് ജനാധിപത്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്തിയാൽ ഇതൊക്കെ ഭീകര സംഘടനകളുടെ ആ രാജ്യം ചെന്ന് പതിക്കാനിടയുണ്ട്. സമാനമാണ് ഇസ്രായേൽ നേരിടുന്ന ഒരു പ്രതിസന്ധി. പലസ്തീൻ രാഷ്ട്രവാദം നമുക്ക് വളരെ സുന്ദരമായി തോന്നാമെങ്കിലും അത്തരമൊരു രാഷ്ട്രം നിലവിൽ വരുമ്പോൾ അതൊരു ഭീകര സംഘടനകളുടെ ഒരു കൂട്ടായ്മയായിരിക്കും, അല്ലെങ്കിൽ ഭീകര സംഘങ്ങളുടെ കയ്യിൽ ചെന്ന അവസ്ഥയായിരിക്കുമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. അതാണ് ഹമാസ് ആക്രമണത്തിൽ കണ്ടത്. അതാണ് ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ തെളിയിച്ചത്. ഹൂതികളുടെ ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണങ്ങൾ തെളിയിച്ചത്. ഇതൊക്കെ ഇസ്രായേലിന് ബോധ്യമുണ്ട്, അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ വിഭാവനം ചെയ്ത ഒരു തലത്തിൽ പരിപൂർണമായി ഗസ മുനമ്പും വെസ്റ്റ് ബാങ്കും ഇപ്പോൾ ചെന്ന് പെട്ടത്. ഇസ്രായേൽ ആത്യന്തികമായി വെസ്റ്റ് ബാങ്കിനെ സ്വന്തമാക്കും. അതവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇസ്രായേൽ ആത്യന്തികമായി ഗസ മുനമ്പിനെ മറ്റൊരു സ്വതന്ത്ര ഭരണകൂടത്തിന് വിട്ടുകൊടുക്കില്ല. അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ രണ്ട് വസ്തുതകളും തിരിച്ചറിയുന്ന അമേരിക്ക അതുകൊണ്ട് തന്നെ വളരെ കൗശലപൂർവ്വം ഇപ്പോൾ സമാധാന പദ്ധതി രൂപീകരിക്കുമ്പോൾ അവിടെ ഒരു പീസ് ഫോർമാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പീസ് ഫോർമാറ്റാണ്. അറബ് രാജ്യങ്ങൾക്ക്, അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം വരുമ്പോൾ ഇസ്രായേൽ സുരക്ഷിതമായിരിക്കണമെന്ന വ്യവസ്ഥയാണ് മുഖ്യമായിട്ടുള്ളത്. ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം ഒരു ലോക പീസ് ഫോഴ്സിന് കൈമാറുമ്പോൾ അവരുടെ മറ്റ് ലോകരാജ്യങ്ങളുടെ ഉത്തരവാദിത്വമായി മാറി. ഇതേ തന്ത്രമാണ് ഇറാഖിൽ പ്രയോഗിച്ചത് അമേരിക്ക. അതിനെ വാസ്തവത്തിൽ നിഷ്ക്രിയമാക്കി മാറ്റുന്ന ഒരു തന്ത്രമാണ്. ഇപ്പോൾ ഗസ മുനമ്പിൽ ട്രംപ് പ്രയോഗിക്കുന്ന ആ തന്ത്രവും വ്യക്തമാണ്. ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ താൽക്കാലികമായെങ്കിലും അമേരിക്കയും ഇസ്രായേലും പരിപൂർണമായി വിജയിച്ചു. വരുന്ന ഒരു 5 വർഷത്തേക്ക് എന്തായാലും ഹമാസിന് തലപൊക്കാൻ ഒരിടം കൊടുക്കില്ല ഗസ മുനമ്പിൽ. ഇവിടെ ഒരു വലിയ ക്ലോസ് ഇതിൽ ചേർത്തിരിക്കുന്നു. ഹമാസ് പരിപൂർണമായി നിരായുധീകരിച്ച് അധികാരം പുതിയ സമിതിക്ക് വിട്ടുകൊടുക്കണം. അത്തരമൊരു ട്രാൻസിഷൻ ഹമാസ് നടത്തുന്നില്ലെങ്കിൽ ഇസ്രായേൽ ഫോഴ്സ് പിൻവാങ്ങേണ്ടതില്ല എന്നീ പദ്ധതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ IDF-ന് അവിടെ തുടരാനുള്ള അനുവാദം കൊടുക്കുന്നൊരു സമാധാന പദ്ധതിയാണ്. അപ്പോൾ ഇതിനെ സമാധാന പദ്ധതിക്കപ്പുറം ഇത് ഇസ്രായേലിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ഹമാസ് കീഴടങ്ങൽ പദ്ധതിയാണ്. അത് വ്യക്തമായി ലോകരാജ്യങ്ങളുടെ അംഗീകാരം നേടാൻ അതിന് വളരെ വിപുലമായ ഒരു പിന്തുണ നേടാൻ ട്രംപിന് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അറബ് രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിലും ട്രംപ് വിജയിച്ചു. ഇനി ഹമാസിന് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു തന്ത്രം. ശരിക്കും തീർച്ചയായും വെടിവെച്ചകളില്ലാത്ത അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷമില്ലാത്ത ആ ഒരു ഗസ പലസ്തീൻ നമുക്ക് കാണാൻ സാധിക്കട്ടെ. പുതിയ പിറവികൾ ഉണ്ടാവട്ടെ. ഹമാസ് നിലംപരിശാകണം, തൂത്തുവാരി എറിയുക തന്നെ വേണം. തീവ്രവാദികൾ തലപൊക്കരുത്. ഇസ്രായേലിൻ്റെ ആ ഒരു വിജയ ലക്ഷ്യത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ഒപ്പം ലോകം അത്ഭുതപ്പെടുന്ന ചില നീക്കങ്ങളിലെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കണ്ടത്. മുമ്പൊക്കെ നമുക്ക് ഇപ്പോൾ എടുത്തു പറയുന്ന യുദ്ധങ്ങൾ 1949, 67 6 ദിന യുദ്ധം, പിന്നീട് നടന്ന യോം കിപ്പൂർ 73 യോം കിപ്പൂർ യുദ്ധം, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അവയ്ക്കപ്പുറം ഇതെല്ലാം അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ യുദ്ധങ്ങളാണ്. പിന്നീട് 2000-ന് ശേഷം ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന യുദ്ധം. പക്ഷെ അതിൽ അത്ര കണ്ട് ഇസ്രായേൽ പരിപൂർണമായി വിജയിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഒറ്റയടിക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 6 രാജ്യങ്ങളിലെ തങ്ങളുടെ ശത്രുക്കളെ നിലംപരിശാക്കുന്നതിൽ അവർ വിജയിച്ചു. അതെ, ഒരു രാജ്യമാണ് ഇത്രത്തോളം യുദ്ധം ചെയ്തത്. അല്ല, അത് ഇസ്രായേലിൻ്റെ ഒരു കരുത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭൂപ്രകൃതിയിൽ ചെറുതാണ്. അവരുടെ അംഗങ്ങളുടെ 93 ലക്ഷം ആളുകളേ ഉള്ളൂ. 9 ദശലക്ഷം. പക്ഷെ അതിലപ്പുറം ലോകം മുഴുവൻ അവരുടെ ഒരു നെറ്റ്വർക്കുണ്ട്. അവർ നിറഞ്ഞു നിൽക്കുന്നത് ലോകം മുഴുവനാണ്. അമേരിക്കൻ എക്കോണമി, അമേരിക്കൻ രാഷ്ട്രീയമൊക്കെ നിയന്ത്രിക്കുന്ന അവരാണ്.
അതുകൊണ്ട് തന്നെ ജൂതന്മാരെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈ ജൂത ശക്തിയിലാണ് വാസ്തവത്തിൽ ഈ ഭീകര സംഘങ്ങൾ ഇപ്പോൾ നിലംപൊത്തിയിരിക്കുന്നത്. ഇതില്ലെങ്കിൽ ഹമാസ് അല്ല, മറ്റു പല ഭീകര സംഘടനകളും ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തലപൊക്കിയാനെ. നമുക്കറിയാം, അറിയാലോ. അതെ അതെ, ഇന്ത്യയുടെ തന്നെ കാര്യം അറിയാമല്ലോ. ഏതായാലും ഭീകര സംഘടനകൾ തല പൊക്കാത്ത രീതിയിൽ പത്തിക്കിട്ടടിച്ചെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇനി തല പൊക്കാണ്ടിരിക്കട്ടെ. ഒരുപക്ഷെ ആ രാജ്യത്തിന് നന്മ അത് തന്നെയായിരിക്കും. പുതിയൊരു രാജ്യം രൂപീകരിക്കാൻ സാധിക്കട്ടെ. എന്തായാലും നാളെയൊക്കെ നമുക്ക് എന്തായാലും ഏകദേശ രൂപം കിട്ടും. എന്തായാലും ഹമാസ് എന്തായാലും നിരായുധീകരണം, ഒപ്പം ഹമാസിൻ്റെ കീഴടങ്ങൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നീണ്ട 3 വർഷത്തെ ഒരു വലിയ യുദ്ധത്തിൻ്റെ നിരവധി കഥകളാണ് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ. ഒരുപക്ഷെ ചർച്ചകളിലൊക്കെ ഉടനീളമല്ലേ എന്നും നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ചെയ്യുന്നത്. അതിനൊരു സമാപ്തി ഉണ്ടാകട്ടെ. യുദ്ധം എപ്പോഴും ദൂരെ നിന്ന് നോക്കുമ്പോൾ കൊള്ളാം, പക്ഷെ അടുത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. നന്ദി, നമസ്കാരം.